സ്ട്രക്ചറൽ അനാലിസിസിൽ നിന്ന് എപ്പോഴും PSC ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ട്രസ്സുകളിൽ നിന്ന്. ട്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു പിൻ ജോയിന്റഡ് ആയിട്ടുള്ള ഫ്രെയിമുകളെയാണ് നമ്മൾ ട്രസ് എന്ന് വിളിക്കാറുള്ളത്. ട്രസ്സുകളെ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ പറയാറുണ്ട്. പ്ലെയിൻ ട്രസ്സുകളുമുണ്ട്, സ്പേസ് ട്രസ്സുകളുമുണ്ട്. എപ്പോഴായിരിക്കും നമ്മൾ ഒരു പ്ലെയിൻ ട്രസ്സിനെ പെർഫെക്റ്റ് ട്രസ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക? എപ്പോഴാണ് m is equal to 2j minus 3 ആവുകയാണെങ്കിൽ നമ്മളൊരു ട്രസ്സിനെ പെർഫെക്റ്റ് ട്രസ് എന്നാണ് വിളിക്കാറുള്ളത്. m എന്ന് പറയുന്നത് ട്രസ്സിലുള്ള നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്, j എന്ന് പറയുന്നത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ജോയിൻസ് ആണ്. എന്നാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് m എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2j minus 3 ആണെങ്കിൽ ഇത്തരത്തിലുള്ള ട്രസ്സുകളെ നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ട്രസ്സുകൾ എന്നാണ് വിളിക്കാറുള്ളത്. അല്ലെങ്കിൽ ഇവരെ നമുക്ക് ഹൈപ്പർസ്റ്റാറ്റിക് ട്രസ് എന്ന് കൂടി വിളിക്കാവുന്നതാണ്. ഇനി നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 2j minus 3 എങ്കിൽ ഈ ട്രസ്സിനെ നമുക്ക് ഡെഫിഷ്യന്റ് ട്രസ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ട്രസ് എന്ന് വിളിക്കാം. ഇനി ഒരു പ്ലെയിൻ ട്രസ്സിന്റെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ ds is equal to m plus r minus 2j എന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ r എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഇനി നമ്മളൊരു സ്പേസ് ട്രസ് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ അവിടെ നമ്മുടെ ട്രസ്സിനെ നമ്മൾ പെർഫെക്റ്റ് ട്രസ് ആയിട്ട് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ m is equal to 3j minus 6 ആകുന്ന സമയത്താണ് ഒരു സ്പേസ് ട്രസ് പെർഫെക്റ്റ് ട്രസ് ആയിട്ട് മാറുന്നത്. ഈ m എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3j minus 6 ആണെങ്കിൽ ആ ട്രസ് ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ട്രസ്സും m എന്ന് പറയുന്നത് ലെസ് ദാൻ 3j minus 6 ആണെങ്കിൽ ആ ട്രസ് ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ട്രസ് ആയിട്ടുമാണ് നമ്മൾ പറയാം. ഇനി ഒരു സ്പേസ് ട്രസ്സിന്റെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ds is equal to m plus r minus 3j എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഭാഗമാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്